പക്ഷെ എന്നാലും നമുക്കൊരു പേടിയാണല്ലോ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ. ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ കാലങ്ങൾക്ക് ശേഷമാട്ടാ ഞാനിപ്പോൾ ഇങ്ങനെ രാവിലെ എണീറ്റ് ഒരു വ്ളോഗൊക്കെ എടുക്കുന്നത്. എനിക്കൊന്ന് ഒരുപാട് നാളായെന്ന് തോന്നുന്നു ഇങ്ങനത്തെ വ്ളോഗ് അങ്ങനെയൊക്കെ എടുത്തിട്ട്. അത് കുറേ കാലമായി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഗർഭിണിയുടെ ലൈഫ് ഇപ്പം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നുമല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്. മൊത്തത്തിൽ മാറിക്കിടക്കാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആട്ടോ. സാറ്റർഡേ എനിക്ക് ഇപ്പോൾ ഓഫീസിൽ പോകണ്ട, പക്ഷെ വർക്ക് ഉണ്ട്, അത് ചെയ്യണം. പിന്നെ അഫി ഓഫീസിൽ പോയി. അഫിക്ക് ഇന്ന് ഹാഫ് ഡേ ആണ്. സാറ്റർഡേസ് അഫിക്ക് ഹാഫ് ഡേ വരെയാണ്. അപ്പോൾ അഫി ഒരു വൈകുന്നേരം ആകുമ്പോൾ വരും. ഞാൻ ഇവായി മാത്രമേ ഉള്ളൂ. ഇവ ആണെങ്കിൽ ഉറക്കാട്ടാ. ഇവാനിപ്പോൾ താഴെ ആട്ടാ കിടത്തുന്നത്. ഇവ കട്ടിലിൽ കിടന്നിട്ട് എന്നെ ചവിട്ടുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അവളെ താഴെ കിടത്തി ബെഡിട്ടിട്ട് അങ്ങനെ കിടക്കുന്നത്. അവൾക്ക് ആദ്യം കുറച്ച് സങ്കടമൊക്കെ ആയിരുന്നു മാറി കിടക്കാനൊക്കെ, പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആള് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി വായ വിളിച്ച് എണീപ്പിക്കണം. പിന്നെ ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങലെന്നാ കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വോമിറ്റിങ് കുറച്ച് കുറവുണ്ടെങ്കിലും ആ ഒരു സ്മെല്ലും ഒന്നും പറ്റുന്നില്ല. ഫുഡ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിക്കലുണ്ടാവില്ല. ഞാൻ വോമിറ്റ് ചെയ്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ മോർണിംഗ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ വാങ്ങുക ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ദോശയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ദോശ തന്നെ ആട്ടെ. എന്നും ഓരോരോ സീസൺ ആട്ടാ. ആദ്യം കുറച്ച് നാൾ പുട്ട്, കടലക്കറി, അതുപോലെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു. അപ്പം, അങ്ങനത്തെ ഇടിയപ്പം, ഇതൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടും മടുത്തിട്ട് എനിക്ക് പിന്നെ ആ സാധനം ഇഷ്ടമല്ലാണ്ടായി, അറപ്പ് പോലെയായി. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ദോശയിലാണ് കയറിയിട്ടുള്ളത്. ദോശ തുടങ്ങിയാണ് ഇപ്പോൾ ദോശ തന്നെയാണ്, എന്നും ദോശ. അപ്പോൾ ഇപ്പോഴും ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ദോശ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി വാങ്ങിയിട്ട് വരാവേ. ലാസ്റ്റ് വീഡിയോയിലുണ്ടല്ലോ അഫി ഫുഡ് ഉണ്ടാക്കണതൊക്കെ കണ്ടായിരുന്നില്ലേ? അത് കണ്ടിട്ട് ഒരു കമൻറ്റ് കിടപ്പുണ്ടായിരുന്നു. ഒരൊറ്റ കമൻറ്റ്, ഇനി നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന്. ഞാൻ ഓർക്കായിരുന്നു ആർക്കാണ് ഇത്ര വിഷമമുള്ള ഒരാൾ അഫി ഫുഡ് ഉണ്ടാക്കണ കണ്ടിട്ടാന്ന് തോന്നുന്നു ഭയങ്കര വിഷമമായിട്ട് എന്നോട് പറയണേ ഇനി ഞാൻ ഉണ്ടാക്കിക്കൂടെ എന്ന്. ഞാൻ ഇത്രയും കാലം ഞാൻ തന്നെയാണ് ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു കൺസിഡറേഷനെങ്കിലും തന്നൂടെ? ഇവിടെ അഫിക്ക് അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. മുന്നേ ഉണ്ടായിരുന്ന ഒരാളേ അല്ല. ഇപ്പോൾ എന്നെക്കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല. എല്ലാതും അഫി ചെയ്തോളും. അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് പറയുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോയാൽ തന്നെ എന്നെക്കൊണ്ട് ചെയ്യിക്കേയില്ല. കാരണം ഞാൻ അത്രയും ടയേർഡാണ്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന അഫിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയിക്കാണ്ട് അങ്ങനെയാണ് അഫി നോക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ അതിൽ കുശുമ്പ് തോന്നിയിട്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈവൻ അഫിയുടെ സ്മെല്ല് പോലും ഇഷ്ടമല്ല. എനിക്ക് ഫസ്റ്റിലും അത് തന്നെ ആയിരുന്നു. എനിക്കങ്ങനെ ഒരു സ്മെല്ലും ഇഷ്ടമല്ല. എൻ്റെ മൂക്ക് ഇങ്ങനെ തുറന്നിരിക്കാൻ തോന്നും കേട്ടോ. അതായത് ഏത് സ്മെല്ല്, എവിടുത്തെ സ്മെല്ല്, ചിക്കനൊക്കെ ചുടുന്ന സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഫുള്ളി വെജിറ്റേറിയൻ ആട്ടോ. ഇപ്പോൾ കുറേ ആയി. പ്രഗ്നൻ്റ് ആയതോടുകൂടി എനിക്ക് നോൺ വെജ് ഒന്നും തൊടാൻ തന്നെ പറ്റില്ല. നാട്ടിൽ നിന്ന് ഉമ്മച്ചീനെ കൊണ്ടുവരാമെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ഉമ്മച്ചി എന്തായാലും ഡെലിവറി ടൈമിൽ വരണം ഇൻഷാ അല്ലാ. അപ്പോൾ അന്ന് വന്നു കഴിഞ്ഞാൽ എന്തായാലും അപ്പോൾ നമുക്ക് ശരിക്കും ആവശ്യമുള്ളൊരു സമയമാണ്. ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനിവിടെ ഉണ്ടാവില്ല. ഞാൻ വന്നു കഴിയുമ്പോൾ രാത്രിത്തേക്ക് എനിക്കൊരു ഫുഡ് ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ അങ്ങനെ മാത്രമായിട്ട് ഇപ്പോൾ ഉമ്മച്ചീനെ കൊണ്ടുവന്നിട്ട് ഉമ്മച്ചിക്കും അത് ബുദ്ധിമുട്ടാണ്. കാരണം ഉമ്മച്ചി നാട്ടിൽ അത്രയും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരാളെ പപ്പായ അവിടെ ഇട്ടിട്ട് പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. എനിക്കെന്തോ അത് താല്പര്യമില്ല. അങ്ങനെ ഉമ്മച്ചീനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കാനോ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുത്താനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ കുഞ്ഞ് വന്നു കഴിയുമ്പം എന്തായാലും നമുക്ക് കുറച്ച് നാളല്ലാതെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ എന്തായാലും പ്ലാൻ ചെയ്യണം. പക്ഷേ ഞാൻ അത് മാക്സിമം ഉമ്മച്ചി അവിടെ സന്തോഷമായിട്ട് നിന്നോട്ടെ, നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ പോണത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അൽഹംദുലില്ലാ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡൊക്കെ അഫി തന്നെയാണ് എല്ലാതും കുക്ക് ചെയ്യുന്നതും
എല്ലാതും അഫ തന്നെയാണ്. പിന്നെ അഫ ഇല്ലാത്ത സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലും വാങ്ങിയൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു. ഗുഡ് മോർണിംഗ് ഇവാ. എനിക്ക് വാ ദോശ കഴിക്കാം വാ. സമയം കുറേ ആയി വാ. അതുപോലെ ഞാൻ ഭയങ്കര തടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് തടി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞാലും നല്ല വീർത്തിരിക്കണ പോലെ ഉണ്ട്. എൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. അത് ഇവാഴേനും ഇങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ ഫേസ് ഫുള്ളായിട്ട് മാറിയിട്ട് ഇങ്ങനെ ചുണ്ടൊക്കെ എന്തൊക്കെയോ പോലെ എൻ്റെ മുഖത്തിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വണ്ണൊക്കെ തന്നെ ഉള്ളൂ. ഇവാ പല്ല് വെച്ചിട്ടോ വേണ്ട, ഇത്രയൊക്കെ തന്നെ ഞാൻ വണ്ണം വെച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടാവും, ഗർഭിണിയല്ലേ, അതിൻ്റെ ഒരു മാറ്റം ഉണ്ടെന്നല്ലാണ്ട് ഞാൻ ഭയങ്കര അങ്ങനെ ആ ഒരു ഫേസ് കാണുന്ന പോലെ ഞാൻ അങ്ങനെ വീർത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി വീർക്കുമായിരിക്കും, സമയം കിടക്കല്ലേ. പക്ഷെ അതിനിപ്പോൾ എന്താ, നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പം തടി വെക്കുന്നതിന് എനിക്കങ്ങനെ, കാരണം ഞാൻ മാക്സിമം എന്തെങ്കിലും കഴിക്കാനാണ് നോക്കുന്നത്. എനിക്കൊന്നും കഴിക്കാൻ പറ്റണില്ല, എന്നാലും ഞാനങ്ങനെ കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിക്കാമെന്നാ വിചാരിക്കണം. അല്ലാണ്ട് നമ്മൾ തടി വെക്കുമോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട തന്നെ ഉണ്ടാവില്ലല്ലോ ഈ സമയത്ത്. ഇനിയിപ്പോൾ തടി വെച്ചാൽ തന്നെ എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടല്ലേ. നല്ല വട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആദ്യ ടൈമിൽ ഈ ദോശയൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നേ. ദോശ വടയൊക്കെ എനിക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വോമിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം ദോശ ഓക്കെയാണ്, പക്ഷേ മസാല ദോശ ഇപ്പോഴും പറ്റണില്ല കേട്ടോ. സാധാരണ ഞാനിങ്ങനെ പറയില്ല, ഗർഭിണികൾക്ക് ഏറ്റവും ഇഷ്ടം മസാല ദോശയാണ്, മസാല ദോശേനെ പറ്റി പറയും. പക്ഷേ എന്താണാവോ, ഞാനത് ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ മസാല ദോശ എന്നുള്ളൊരു സാധനം കഴിക്കാൻ പറ്റണേ ഇല്ലേ. ഇവ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. അയ്യേ പല്ലിച്ചില്ലേ, പോയി പല്ലിക്ക്. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആയിക്കോട്ടെ ഇതിലായിക്കോട്ടെ, ഫസ്റ്റ് പ്രഗ്നൻസി പിന്നെ ഞാൻ കഴിക്കണമെന്നും പറയണ്ട. അന്ന് എനിക്ക് കൂടുതലും മധുരം അങ്ങനത്തെ സാധനങ്ങളായിരുന്നു കേട്ടോ ഇഷ്ടം. മധുരം എന്ന് പറഞ്ഞാൽ പുട്ട്, പഴം, പത്തിരിയിൽ പാലൊഴിച്ചിട്ട് അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ ഫുഡ്. പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഫുഡ് പറ്റണേ ഇല്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കഴിച്ചതിൻ്റെ ആ ഒരു അന്ന് ഇഷ്ടമല്ലാണ്ട് ഇങ്ങനെ കഴിച്ച് ആ ഒരു അറപ്പുണ്ടല്ലോ, അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. എനിക്കിപ്പോൾ ആ ഒരു ഫുഡൊന്നും ആലോചിക്കാൻ തന്നെ വയ്യ. ഞാൻ ആദ്യം കുറച്ച് ദിവസം പുട്ടും പഴമൊക്കെ കഴിച്ച് നോക്കി, പക്ഷേ പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെ പോലെ മസാല ദോശ ഇഷ്ടമല്ലാത്ത ഗർഭിണികളുണ്ടോ? കമൻറ്റ് ചെയ്യൂ. നല്ല ചൂട് ദോശ ഇത് ഇങ്ങനെ വാങ്ങിക്കഴിയുമ്പോൾ കഴിച്ചോളും, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരണം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി ചൂടോടെ കൊണ്ടുവരുമ്പോൾ അത് കഴിക്കാൻ തോന്നും. അതുകൊണ്ടാണ് ഇപ്പോൾ ഡെയിലി ഓർഡർ ചെയ്യുന്നത്. പിന്നെ ആ ദോശയൊക്കെ അല്ലേ, അതിലൊന്നും അങ്ങനെ വലിയ മായമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. ഞാൻ ദോശ സാമ്പാറും കൂട്ടിയിട്ടാട്ടോ ഇപ്പോൾ കഴിക്കുന്നത്. എനിക്ക് മുന്നേ ഈ പറഞ്ഞ പോലെ സാമ്പാർ വലിയ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഇഷ്ടങ്ങൾ ഫുള്ള് മാറിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ദോശയും സാമ്പാറാണ് ഇഷ്ടം. സാമ്പാർ കൂട്ടി കഴിക്കാൻ, ചമ്മന്തി കൂട്ടി കഴിക്കണതിനോട് വലിയ താല്പര്യമില്ല. സാമ്പാറാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ്. ഞാനിങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ചമ്മന്തി വാങ്ങി കഴിക്കും, സാമ്പാർ ഞാനും കഴിക്കും. അപ്പം ഞങ്ങളൊരു ദോശ സെറ്റ് വാങ്ങി എക്സ്ട്രാ ഒരു ദോശയും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടാളുടെയും കാര്യം തീരുമാനമാവേ. ഡാഡി വന്നിട്ടുണ്ടല്ലോ, പോവാന്ന്. ബേബി വന്നിട്ട്, ബേബി വരാണ്ട് ഇനിയിപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല. ബേബി ഇല്ലാണ്ട് ഇനി എങ്ങനെ പോണേ? വയറും മരിച്ച് എവിടെ അടുത്തും പോകാൻ പറ്റില്ല. തോടല്ല, എന്തോ ഒരു സീ പോലത്തെ ഒരു വെള്ളം പോലത്തെ ഒരു ബ്ലൂ കളർ വെള്ളം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാട്ടോ ഇത്. ഈ ഉള്ള മെഡിസിൻസ് എല്ലാതും കഴിക്കണം. ഓക്കെ, ഒന്ന് രണ്ടൊന്നും അല്ല, കുറേ ടാബ്ലറ്റ്സ് ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പണ്ടോട്ടേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഒന്നാമത് എനിക്ക് മെഡിസിൻസ് ഇറക്കാൻ അറിയില്ല. എത്ര കഴിച്ചാലും എനിക്കിങ്ങനെ മെഡിസിൻ വായിൽ വെച്ചിട്ട് ഇറങ്ങി പോവില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പക്ഷേ ഈ ഒരു ടൈമിലും കൂടെ ആകുമ്പോൾ അത് ആലോചിക്കാമല്ലോ. ഒന്നാമത് വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട് ആകെ അലമ്പാണ്. അപ്പോൾ ഇത് കുറേ മെഡിസിൻസ് ഉണ്ട് കേട്ടോ.
എനിക്ക് അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, അതുപോലെ ഒരു മൾട്ടി വിറ്റാമിൻ്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, പിന്നെ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, ഗ്യാസിൻ്റെ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ തൽക്കാലം കഴിക്കുന്നില്ല. പക്ഷേ ഇതുവരെ ഡെയിലി ഒരു 12-13 ടാബ്ലറ്റൊക്കെ ആയിട്ടാണ് ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്തായാലും രാവിലെ അയണും കഴിക്കണം, അതുപോലെ ഏതാ പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ് കേട്ടോ, അതും കഴിക്കണം. ഇത് വലിയ കുഴപ്പമില്ല, ഇത് കുഞ്ഞു ടാബ്ലറ്റാണ്. പക്ഷേ അയൺ ഇത് ശരിക്കും ച്യൂവബിൾ ആട്ടോ. ഞാൻ ച്യൂവൊന്നും ചെയ്യാറില്ല, ഞാൻ വെള്ളം കൂടി ചേർക്കും. അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ലാപ്ടോപ്പൊക്കെ എടുത്തിരുന്ന് ഓഫീസിലെ പെൻഡിങ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ തീർക്കുകയാണ്. സാറ്റർഡേയ്സ് അങ്ങനെ പൊതുവേ ഭയങ്കര ബിസി ഡേ ഒന്നും അല്ല. എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് തീർക്കണം എന്നേ ഉള്ളൂ. ഇവാണെങ്കിൽ ആ കിട്ടിയ സമയത്ത് ഇതാ ടാബൊക്കെ എടുത്തിരുന്ന് അപ്പുറം ഇരുന്ന് കളിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് തുണി അലക്കാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് തുണി അലക്കലേ ഇല്ല. ഒരു 3 മാസമായി തോന്നുന്നു ഞാൻ ഒന്നും വാഷ് ചെയ്യാലോ വിരിക്കലോ അങ്ങനത്തെ പണിയൊന്നും ചെയ്യിക്കാറില്ല. പക്ഷേ അതായത് ഞാൻ പുറത്തിരുന്ന കുറച്ച് ഡ്രസ്സാട്ടോ. ഞാൻ ഓർത്തു ഇപ്പം അലക്കിയിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് വിരിച്ചിട്ടാലും ഉണങ്ങി കിട്ടുമല്ലോ. കാരണം അഫിക്ക് ഇന്ന് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ സാറ്റർഡേ അല്ലേ, സാറ്റർഡേ വൈകിട്ട് വന്ന അഫിക്ക് തുണി അലക്കാനുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കളർ പിടിക്കും. എനിക്ക് ഫസ്റ്റ് സ്കാനിങ്ങിൽ ചെറുതായിട്ടൊരു ക്ലോട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. അതായത് ബ്ലീഡിങ്ങും സ്പോട്ടിങ്ങും അങ്ങനെ ഒന്നും ഉണ്ടായില്ല, പക്ഷേ ഒരു ക്ലോട്ട്, ചെറിയൊരു ക്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ കുറച്ചൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ട്രാവൽ ചെയ്യരുത് അധികം, അതുപോലെ തന്നെ വെയിറ്റ് ഉള്ളതൊന്നും പൊക്കരുത്, കുനിയരുത്, നടക്കരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അഫിക്ക് ഭയങ്കര പേടിയാട്ടോ. ആ ഒരു കാര്യം കൂടെ ഉള്ളതുകൊണ്ടാണ് അഫി എല്ലാതും, അതായത് അല്ലെങ്കിലും ചെയ്യും, പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കുറച്ചുകൂടി എക്സ്ട്രാ കെയറും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ലാസ്റ്റ് പ്രാവശ്യം ഡോക്ടറെ ചെക്കപ്പ് ചെയ്തപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമുക്കൊരു പേടിയാണല്ലോ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ. അങ്ങനെ ഇന്നേ വരെ സ്പോട്ടിങ് പോലും വന്നിട്ടില്ല അൽഹംദുലില്ലാ. പക്ഷേ ആ ഒരു സാധനം ഇങ്ങനെ കേട്ടത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു പേടിയാട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ചൊരു റെസ്റ്റിലാണ് പോകുന്നത്. ഒരുപാട് അങ്ങനെ ദേഹാനെങ്കിൽ പണിയെടുക്കാനും അല്ലെങ്കിൽ നടക്കാനും ഒന്നും പറ്റില്ല. പിന്നെ എൻ്റെ പ്ലാസൻ്റ് ആണെങ്കിൽ അതും ലോ ലൈങ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെയും കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം നോക്കിയപ്പോൾ അതൊക്കെ മേലോട്ട് കയറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നോർമലാന്നൊക്കെ പറഞ്ഞേ. ഇനിയിപ്പോൾ അടുത്ത സ്കാനിങ് ഉണ്ട്, അടുത്ത അനോമലി സ്കാനിങ് വരാണ് അടുത്ത ദിവസം. അതുകൂടെ കഴിഞ്ഞാലേ അൽഹംദുലില്ലാ ഒരു സമാധാനം ആവുള്ളൂ. അതിലിനി ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഓക്കെ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചൊരാശ്വാസമാണല്ലോ. അങ്ങനെ ഇതുവരെയുള്ള സ്കാനിങ് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനി അതും കൂടെയാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ആ ദിവസം വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. വർക്ക് കുറച്ചുകൂടി ഇന്ന് തീരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇരുന്ന് കുറച്ച് നേരം കൂടി വർക്ക് ചെയ്യാണ്. ശരിക്കും നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നതിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ സമയം കുറച്ച് പെട്ടെന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നെനിക്ക് അത്യാവശ്യം വർക്ക് ഉണ്ട് കേട്ടോ. സാധാരണ സാറ്റർഡേയ്സ് അങ്ങനെ വർക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ കിടപ്പുണ്ട്, അത് തീർക്കാനേ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു പേരയ്ക്ക കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്കങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആദ്യ ടൈമിൽ കുഴപ്പമുണ്ടായില്ല, ഞാൻ ആപ്പിൾ, ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന. പക്ഷെ ഇപ്പം അതൊക്കെ മടുത്തു. ഒന്നും തൊടാനേ പറ്റുന്നില്ല, ഫ്രൂട്ട്സ് പറ്റുന്നില്ല, നട്ട്സ് പറ്റുന്നില്ല, അതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ആകെ കഴിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു പേരയ്ക്കയാണ്. പേരയ്ക്കാന്ന് വെച്ചാൽ പഴുത്ത പേരയ്ക്ക അത് ഇഷ്ടമല്ല, പച്ച പേരയ്ക്കയില്ലേ, അതിങ്ങനെ പഴുക്കാത്ത കറുമുറുള്ള പേരയ്ക്ക അത് കഴിക്കും. അങ്ങനെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാതും കൊണ്ടൊന്ന് വിരിച്ചിടണം. ശരിക്കും എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയിലുണ്ടല്ലോ, ആദ്യത്തെ പ്രഗ്നൻസി വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് എൻ്റെ കൂടെ ഉമ്മച്ചിയൊന്നും ഇല്ല, ആരും അങ്ങനെ ഒരുപാട് നോക്കാൻ ആളുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും എന്തോ എനിക്ക് ഭയങ്കര മനസ്സമാധാനം ഉണ്ട് കേട്ടോ. ഇവായ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അഫി ഇല്ലാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് മെൻ്റലി ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അഫി ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം അതെനിക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഡെലിവറി ടൈം ആയപ്പോഴാണ് അഫി വന്നിട്ടുണ്ടായത്. അതുവരെ ഞാൻ ഓരോ ദിവസവും അത്രയും ബുദ്ധിമുട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്.
അതുമാത്രമല്ല എനിക്ക് ഭയങ്കര സിവിയർ ആയിരുന്നു. അതായത് എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാതെ അത്രയും ടയേർഡായിരുന്നു ഞാൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനെ ഓർക്കുമ്പോൾ സന്തോഷമുള്ള മൊമെൻറ്റ്സ് ഒന്നും എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. എപ്പോഴും ഈ ഒരു ക്ഷീണം, തളർച്ച, വയ്യായിക, വോമിറ്റിങ്, ഫുഡ് കഴിക്കാൻ പറ്റായിക, ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ആലോചിക്കുമ്പോൾ. അത് വെച്ച് നോക്കുമ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് ലക്കിയാണെന്ന് ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു പ്രഗ്നൻസി എന്തുകൊണ്ടും എനിക്ക് ഇതുവരെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോറൊക്കെ കഴിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളേ. ചോറിൻ്റെ സ്മെല്ലൊന്നും തീരെ പറ്റുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ തൈരൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നപ്പോൾ അഫി വന്നിട്ടുണ്ട്. അഫിയാണെങ്കിൽ ഇതാ പുറത്ത് എന്തൊക്കെയോ ഇവ അങ്ങോട്ട് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടു, ഹോസ് അവിടെ ഇട്ടു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എടുത്ത് റെഡിയാക്കുകയാണേ. അഫിക്ക് ഇങ്ങനെ എപ്പോഴും എല്ലാതും ഒരേ പ്ലേസിലിരിക്കണം. പ്ലേസൊക്കെ മാറിക്കിടന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് അപ്പം തന്നെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അഫി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവാക്കാണേലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അഫിയുടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നോളൂ. അഫിയാണെങ്കിൽ വന്നപ്പോൾ അതാ ഞങ്ങൾക്ക് ചായക്കുള്ള കടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്വീറ്റ് ബോണ്ട ഇപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ. അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവാക്ക് പഴംപൊരി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കുകയാണേ. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാട്ടോ ഡിന്നർ കഴിക്കാനായിട്ട്. അഫി വന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ വെറുതെ കുറച്ച് നേരം TV ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കുളിച്ചു, ഞാൻ ഇവായും കുളിച്ച്. കുളിയൊക്കെ രാവിലെ കുളിക്കണം എന്ന് വിചാരിച്ചാലും ഭയങ്കര മടിയാട്ടോ. എങ്ങനെ പോയാലും ഒരു ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി വന്നാലും വെള്ളത്തിൽ നല്ല തണുപ്പിട്ടോ. അത് ശരിയാ, ഭയങ്കര തണുപ്പാണിപ്പോ. ഞങ്ങൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും അതുപോലെ ചിക്കൻ കറിയൊക്കെ ആട്ടോ വാങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കില്ലായിരുന്നു. പക്ഷേ ഈ ഒരു അടുത്തിടയ്ക്ക് ബീഫ് ഫ്രൈ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അങ്ങനെ ബീഫ് ഫ്രൈയും പൊറോട്ടയും വാങ്ങിയിട്ട് കഴിച്ചു നോക്കുകയാണ്. വലിയ കുഴപ്പമില്ല. പക്ഷെ പണ്ടത്തെ ആ ഒരു ഇഷ്ടവും ടേസ്റ്റും ഒന്നിനും തോന്നുന്നില്ല കേട്ടോ. കഴിക്കാൻ പറ്റുന്നുണ്ട്, അറുപ്പ് തോന്നുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എങ്ങനെയൊക്കെയും ഞാൻ കുറച്ച് പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. പ്രഗ്നൻ്റ് ആയതോടുകൂടി അങ്ങനെ കറക്കങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. വല്ലപ്പോഴും മാത്രം കേട്ടോ പുറത്തൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു ഭയങ്കര ഫീലാട്ടോ. എനിക്കിങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പോകണമല്ല, എനിക്ക് എവിടെയെങ്കിലും പോകണം എന്നുള്ള ആഗ്രഹത്തിന് ഓടുന്നതാണ്. മമ്മച്ചിയുടെ ഫീലെല്ലാം കറക്റ്റ്. പക്ഷെ എൻ്റെ ഉറങ്ങാൻ സമയം ടൈം ഇപ്പം എത്രയായി? 11 മണി. എനിക്ക് 11 മണിക്ക് ഉറങ്ങണം. ഇവ 11 മണിക്ക് കറക്റ്റ് ഉറങ്ങും കേട്ടോ. അപ്പോൾ ആ ഒന്ന് പുറത്ത് പോയിട്ട് വരുമ്പോൾ എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി എല്ലാതും ഒന്ന് കണ്ട് ഒന്ന് കുറച്ച് നേരം വണ്ടിയിൽ ഇരുന്നിട്ടൊക്കെ വരുമ്പോൾ ഒരു ഫ്രഷ് ഫീലാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ അധികം ട്രാവൽ ചെയ്യാറില്ലായിരുന്നു. ഓഫീസിൽ പോകും തിരിച്ചു വരും എന്നല്ലാണ്ട് വേറെ എങ്ങോട്ടും അങ്ങനെ പോകില്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് പോയിട്ട് ഈ സ്മെല്ല് പറ്റാത്തതുകൊണ്ട് തന്നെ കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കലൊന്നും പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കും മുറിക്കൊക്കെ പോവാറുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കിടന്ന് ഉറങ്ങാൻ പോവാട്ടോ. ഇനി നാളെ സൺഡേ ആണ്. നാളെ എനിക്ക് സ്കാനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോ എടുക്കാം. ബൈ പറയാം. മിഠായി കിട്ടിട്ടോ. മിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ട് അവിടെ പോയിട്ട്. അപ്പം ശരി. ബൈ.